ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ 1. എല്ലാവരും ആഗ്രഹമാണ് ഡിവിഷൻ 1 കയറുക. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡിവിഷൻ 1 കയറാനും കുറച്ച് ടിപ്സുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ റേറ്റിംഗ് ആണ്. പലവരും ഓവറോൾ റേറ്റിംഗ് മാത്രം കളിക്കുന്നവരുണ്ട്. നമ്മുടെ സ്ക്വാഡിലെ സ്ട്രെങ്ത് എത്രയോ മാക്സിമം എത്തിച്ച് കളിക്കാൻ നോക്കുന്നത്, എന്തോരം മാക്സ് എത്തുമോ അത്രയും വെച്ച് കളിക്കാൻ നോക്കുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ട പ്ലേയേഴ്സിനെ ഇറക്കുക. അത് ഓവർ റേറ്റിംഗ് കുറവാണെങ്കിൽ സ്റ്റാറ്റ്സ് വൈസ് അവർ കൂടുതലാണെങ്കിൽ അത് വെച്ച് കളിക്കുക. എല്ലാവരും ഓവർ റേറ്റിംഗ് മെയിൻ പ്രോബ്ലം അതാണ്. ഓവർ റേറ്റിംഗ് കൂടുതൽ കളിക്കുമ്പോൾ നമുക്ക് വേണ്ട പ്ലേയേഴ്സ് ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ ഓവർ റേറ്റിംഗ് മാത്രം കളിച്ച് നമുക്ക് ഒരു സ്ഥലത്തും എത്താൻ കഴിയും. നമുക്ക് ഡിവിഷനിൽ മാക്സിമം റാങ്ക് പുഷ് ചെയ്യാനുള്ള വഴിയാണ്. അപ്പോൾ ഓവർ റേറ്റിംഗ് മാറ്റുക. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ പ്ലേ സ്റ്റൈലാണ്. പ്ലേ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവരും പലവരുടെ പ്ലേ സ്റ്റൈൽ എന്താണെന്ന് പോലും അറിയില്ല. ചിലവർ ക്വിക്ക് കൗണ്ടർ ഇട്ടിട്ട് പൊസിഷൻ ഗെയിം പോലെ കളിക്കുന്നുണ്ടാവും, പൊസിഷൻ ഗെയിം ഇട്ടിട്ട് ലോങ് ബോൾ പോലെ. അത് തന്നെ അവരുടെ ഗെയിം ഏത് കളിയിൽ അവർ കളിക്കുന്നത് അതനുസരിച്ച് പ്ലേ സ്റ്റൈൽ ഇടുക, അതനുസരിച്ച് കളിക്കുക. അല്ലാതെ പൊസിഷൻ ഗെയിം ഇട്ടിട്ട് ക്വിക്ക് കൗണ്ടർ പോലെ കളിച്ചാൽ അത് നടക്കില്ല. അത്ര ഹൈ പ്രസിങ് അല്ല. ക്വിക്ക് കൗണ്ടർ പോലെ ഹൈ പ്രസിങ് അല്ല പൊസിഷൻ ഗെയിം. പിന്നെ ക്വിക്ക് കൗണ്ടർ ഇട്ടിട്ട് ഡിഫൻസ് കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. കാരണം ഡിഫൻസ് ഹൈ ലൈൻ പ്രസിംഗ് ആണ് ക്വിക്ക് കൗണ്ടറിൽ. ലോങ് ബോൾ കൗണ്ടർ ഡിഫൻസ് കുറിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള പ്ലേ സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലേ സ്റ്റൈൽ ഏതാണോ അത് നിങ്ങൾ രണ്ട് പിടിച്ച് കളിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം റാങ്ക് പുഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ട മാനേജറെ സൈൻ ചെയ്യുക, അതിന് പറ്റിയ പ്ലേ സ്റ്റൈലാണോ നോക്കുക, എന്നിട്ട് കളിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് മാക്സിമം പുഷ് ആവുള്ളൂ. ഞാൻ അടുത്ത് നോക്കുകയാണെങ്കിൽ ഫോർമേഷൻ. പലവരും പല ടൈപ്പ് ഫോർമേഷൻ ഇട്ട് കളിക്കുന്നുണ്ട്. വെറുതെ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ ഫോർമേഷൻ ഇട്ട് കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്ലേയേഴ്സിനെ വേണ്ട രീതിയിൽ വെച്ച് കളിപ്പിക്കുക. അത് ചിലപ്പോൾ ആരെങ്കിലും നോക്കി ട്രൈ ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് അവരെ പോലെ തന്നെ കളിപ്പിക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ഡിഫറൻസ് ആണല്ലോ. ഒരാളുടെ നോക്കി അതുപോലെ ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കസ്റ്റമൈസ് ചെയ്ത് ഒരു ഫോർമേഷൻ കണ്ടുപിടിച്ച് കളിക്കുക. എന്നാലും മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. കാരണം വേറെ ആൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് അവർ കളിക്കുന്നത്. നിങ്ങൾക്കത് അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഫോർമേഷൻ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് കണ്ടുപിടിച്ച് നിങ്ങളുടേത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ കളിക്കുക. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ളത് പ്ലെയറാണ്. അതായത് ഒരു പ്ലെയറിനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലേ സ്റ്റൈലിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പൊസിഷനിലുള്ള ആളെ കളിപ്പിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് KMF കളിപ്പിക്കുന്നത് നിങ്ങൾക്ക് പലവർക്കും ക്ലാസിക് നമ്പർ 10 കളിപ്പിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങളതിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കളിപ്പിക്കാൻ പറ്റില്ല. അവരുടെ പൊസിഷനിങ്ങും ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസിക് നമ്പർ 10 പറ്റുന്നില്ലെങ്കിൽ അതേ രീതിയിൽ കളിക്കുന്ന വേറെ പ്ലേ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. ഹോൾ പ്ലെയർ, ഗേറ്റ് പ്ലെയർ ഒക്കെ ഒരു AMF കളിക്കാൻ പറ്റിയ ഒരാളാണ്. നിങ്ങളത് എടുക്കുക. പിന്നെ CF ആയിട്ട് കളിപ്പിക്കുന്നപ്പോൾ ചിലർക്ക് ഗോൾ പോച്ചേഴ്സ് ആയിരിക്കും കംഫർട്ടബിൾ, ചിലർക്ക് ഫോക്സ് ഇൻ ദ ബോക്സ് ആയിരിക്കും. അതനുസരിച്ച് പറയും. ഇപ്പോൾ ഗോൾ പോച്ചർക്ക് വേണ്ടി നിങ്ങൾ ഫോക്സ് ഇൻ ദ ബോക്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേപോലെ കളിക്കണമെന്നില്ല, അതേപോലെ പൊസിഷനിങ് കൊടുത്ത് കളിക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ ഏത് പ്ലെയറാണ് വേണ്ടത് അവനെ ഇട്ട് കളിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് വേണ്ട പ്ലേ സ്റ്റൈലുള്ള പ്ലെയറെ ഉള്ള സ്റ്റാറ്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ കളിപ്പിക്കുക. പലരും പറയുന്നതാണ് ഫോക്സ് ഇൻ ദ ബോക്സ് നല്ല രീതിയിൽ പൊസിഷൻ എടുക്കുന്നില്ല. ഫോക്സ് ഇൻ ദ ബോക്സിൻ്റെ പൊസിഷനിങ് അങ്ങനെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ ഗോൾ പോച്ചർ ട്രൈ ചെയ്യുക. ഗോൾ പോച്ചറിൻ്റെ പൊസിഷനിങ് ഡിഫറൻ്റ് ആണ്. ഇതാണ് പ്ലെയറിനെ പറ്റി പറയാനുള്ളത്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലെയർ റേറ്റിംഗ്. പ്ലെയർ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓട്ടോ അലൊക്കേറ്റ് ചെയ്ത് പല പ്ലെയറിൻ്റെയും ഫുൾ അതായത് ഓവർ റേറ്റിംഗ് കൂട്ടിയിടും. അത് കൂട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ആ ഓവർ റേറ്റിംഗ് കിടക്കുന്നത്. ഇപ്പോൾ ബെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബെയിൽ 107 പോകും. പക്ഷേ ബെയിലിനെ കുറച്ചുകൂടി നിങ്ങൾക്ക് CF ആയിട്ടാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് CF ആയിട്ട് കസ്റ്റമൈസ് ചെയ്താൽ ഓവറോൾ റേറ്റിംഗ് കുറയുമെങ്കിലും നല്ല രീതിയിൽ സ്റ്റാറ്റ്സ് കൂടും. നിങ്ങൾക്കിപ്പോൾ പുള്ളൊരു വിഗ്ഗറാണ്, നിങ്ങൾക്ക് CF ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. നിങ്ങൾക്ക് വേറെ പൊസിഷനിൽ ആളില്ലെങ്കിൽ അവിടെ കസ്റ്റമൈസ് ചെയ്താക്കാം. മെസ്സിയെ തന്നെ പല രീതിയിൽ CF ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് കളിപ്പിക്കുന്നവരുണ്ട്. അതുപോലെ സ്റ്റാറ്റ്സ് വെച്ച് കളിപ്പിക്കാൻ പറ്റും. അത്ര രീതിയിലുള്ള ട്രെയിൻ പൊസിഷൻ മെസ്സിയിലും ബെയിലിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കളിപ്പിക്കുക. ഓവർ റേറ്റിംഗ് നോക്കി കളിക്കാതെ നിങ്ങൾക്ക് വേണ്ട പ്ലെയറിനെ കസ്റ്റമൈസ് ചെയ്ത് കളിപ്പിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഡിവിഷൻ 1 ടിപ്സ്. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അതിനനുസരിച്ചുള്ള റിസൾട്ടും കിട്ടിയിരിക്കും. ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.